സോഫ്റ്റ് ഇഡ്ഡലി, അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ടൊമാറ്റോ കറി. ഇതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂപ്പർ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയുമാണ്. അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ആ ഗ്ലാസ്സിന് 1 ഗ്ലാസ് ഇഡ്ഡലി റൈസ്, 1 ഗ്ലാസ് ദോശ റൈസ്, 1/2 ഗ്ലാസ് ഉഴുന്ന്, 1 ടീസ്പൂൺ ഉലുവ, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു 5 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരച്ചെടുക്കാം. ഉലുവയും ഉഴുന്നും കൂടാണ് ഇട്ടിരുന്നത്. 1/2 ഗ്ലാസ് ഉഴുന്നിന് 1 ടീസ്പൂൺ ഉലുവ. ഇതിന് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഉഴുന്ന് അരയ്ക്കുമ്പോൾ എപ്പോഴും അത് മിക്സി ചൂടാവാതെ നിർത്തി അരയ്ക്കണം. അല്ലെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് അരച്ചാലും മതിയോ. ഐസ് ക്യൂബ് ഇടുകയോ അല്ലെ തണുത്ത വെള്ളം കൊണ്ട് അരച്ച് നല്ല ഇതായിട്ടുള്ള ഉഴുന്ന് നമുക്ക് അരച്ചെടുക്കാം. ഉഴുന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനിയും അരി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയുള്ളൂ. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഉണ്ടാക്കാം. ഇതിന് അവല ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല. എത്ര ദോശ റൈസ് എടുക്കുന്നോ അത്രയും ഇഡ്ഡലി റൈസും എടുത്താൽ മതിയാവും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചത് നന്നായിട്ട് അരച്ചെടുക്കാം. അരി അരച്ചെടുത്തിട്ടുണ്ട്. ഉഴുന്നിലൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി വയ്ക്കാം. ഇതിനി ഓവർനൈറ്റ് അങ്ങ് പുളിക്കാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അടച്ച് ഓവർനൈറ്റ് വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം രാവിലെയായി നമ്മുടെ ദോശ ബാറ്ററൊക്കെ ഉണ്ടോ, ഇഡ്ഡലി ബാറ്റർ നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചിരിക്കുന്നുണ്ട്. ഈ ദോശയ്ക്കും ഇഡ്ഡലിക്കും രണ്ടിനും നമുക്കിത് യൂസ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കാം. തട്ടിലെല്ലാം എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഇഡ്ഡലി പാത്രം അടുപ്പ് വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വരുമ്പോൾ ഇതതിലേക്ക് വെച്ച് കൊടുക്കാം. വെള്ളം തിളച്ചതിന് ശേഷം തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഓരോ തട്ടിലും ഇഡ്ഡലി മാവ് നിറച്ച് കൊടുക്കാം. പലരും ചോദിക്കാറുണ്ട് ഇഡ്ഡലി സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയിൽ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് എങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാമെന്ന് വെച്ചതെന്ന്. 2 തട്ടിലും മാവൊഴിച്ച് നമുക്കിതുപോലെ വേവിക്കാനായിട്ട് വയ്ക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റല്ലേ രാവിലെ നമുക്കിങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞാൽ. ഇതിനെ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 12 മിനിറ്റ് വെച്ചാൽ മതിയാവും. അപ്പോഴത്തേക്ക് ഇത് റെഡിയാകും. അപ്പോൾ ഇതിന് നല്ലൊരു തക്കാളി കറി കൂടെ നമുക്ക് തയ്യാറാക്കാം. 3 തക്കാളി എടുത്തിട്ടുണ്ട്. 1.5 മുറിയോളം സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇതാണ് നമ്മൾ. ഇതാദ്യം നമുക്കൊരു അരച്ചെടുക്കാനായിട്ട് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു നല്ല ടേസ്റ്റായിട്ടുള്ള കറിയായത്. ഇഞ്ചി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഉള്ളി അരയ്ക്കുന്നില്ല, അത് വഴറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ്. 1 ടേബിൾ സ്പൂണോളം ഇത് കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതുണ്ടല്ലോ ചട്നിക്കടല ചേർത്താലും മതിയാവും. ഒരു 2 ടേബിൾ സ്പൂണോളം തേങ്ങ മതിയാകും ഇതിന്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം.
അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുക്കർ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് വറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കടുക് 1/2 ടീസ്പൂൺ, മുളക്, കരിവേപ്പില, ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വഴറ്റിയെടുക്കാം. ഇഡ്ഡലി ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഈ കറിയും തയ്യാറാക്കാം. നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്ക് തക്കാളി അരച്ച് വെച്ചിരുന്നുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചവാസനയൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഒന്ന് മിക്സ് ചെയ്ത് 2 മിനിറ്റോളം നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അടിക്ക് പിടിക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. അത് ഓഫ് ചെയ്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, എരിവിന് ആവശ്യമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, പിന്നെ ഗരം മസാല ഇഷ്ടമാണെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇനി പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ തന്നെ തീ കുറച്ച് വെച്ച് വഴറ്റിയെടുക്കണം. പച്ചക്കറികളൊക്കെ തീർന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്കിതുപോലെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു തക്കാളി കറി ഇത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തേങ്ങയും കാഷ്നട്ടൊക്കെ ചേർത്തുകൊണ്ട് നല്ല കൊഴുപ്പുണ്ടാകും ഈ കറിക്ക്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കണം. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയോ ദോശ, ചപ്പാത്തി അല്ലെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇതിനെ അടച്ചു വെച്ച് ഒരു 2 വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ നമ്മുടെ കറി റെഡിയാവും. ഇഡ്ഡലി റെഡിയായിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. സോഫ്റ്റ് ഇഡ്ഡലിയാണ്. കറിയും അതിൻ്റെ പ്രഷർ കുക്കറിൻ്റെ പ്രഷറൊക്കെ മാറി നന്നായിട്ട് നല്ല കൊഴുത്ത കറി ഇഡ്ഡലി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കണം. മല്ലിയില ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാകും. സാമ്പാറിന് തിക്കായിട്ട് കുറച്ചുകൂടെ വെള്ളം വേണമെന്നുള്ളവർ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉപ്പ് അല്പം കുറവാണെന്ന് തോന്നുന്നു, ഞാനതോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതിയാവും. കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. നല്ല തിക്കായിരുന്നതുകൊണ്ട് അത് നോക്കി നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക.
കറി നന്നായിട്ട് തിളച്ച് വന്നു. നമുക്കിനി ഇത് വാങ്ങി വയ്ക്കാം. ഇഡ്ഡലിയും സാമ്പാറും ഇഡ്ഡലിയും തക്കാളിക്കറിയും കൂടെ സെർവ് ചെയ്യാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ഇഡ്ഡലി അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കിയ ഇഡ്ഡലി, അതിൻ്റെ കൂടെ നല്ലൊരു ടൊമാറ്റോ കറിയും ഇടയും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം, ഹൈപ്പ് ചെയ്യണം. എല്ലാ സപ്പോർട്ടും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.